ഒരില പോലും അറിയാതെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്ത് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് അതിർത്തി കടക്കാതെ തിരിച്ചടിച്ച് ഇന്ത്യൻ സേന. പെഹൽഗാമിലെ 26 ജീവനുകൾക്ക് രാജ്യത്തിന്റെ മറുപടി. 9 ഭീകര കേന്ദ്രങ്ങളിൽ മിന്നൽ മിസൈൽ സർജിക്കൽ ആക്രമണം. മിഡിൽ ഈസ്റ്റ് ന്യൂസിൽ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പെഹൽഗാം ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ തകർത്ത് ഓപ്പറേഷൻ സിന്ദൂർ. 26 പേർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് മുതിർന്ന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. അനിവാര്യമായ തിരിച്ചടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ വീക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃത്യതയോടെ നടന്ന ആക്രമണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടില്ലെന്ന് ഇന്ത്യ. നാളെ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. അതിർത്തി മേഖലകളിലെ വിമാനത്താവളം അടച്ചു. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ പലയിടത്തും ശക്തമായ ഏറ്റുമുട്ടൽ. ഷെല്ലാക്രമണം നടത്തി പാകിസ്ഥാൻ. 15 മരണം, 20-ലേറെ പേർക്ക് പരിക്ക്. 3 പാക് സൈനികരെ വധിച്ച് ഇന്ത്യൻ സേന. ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി പാക് പ്രധാനമന്ത്രി. പാകിസ്ഥാനിൽ റെഡ് അലർട്ട്. വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഇന്ത്യൻ സേനയ്ക്ക് അഭിനന്ദന പ്രവാഹം. ഓപ്പറേഷൻ സിന്ദൂരിനെ പിന്തുണച്ച ഇസ്രയേലും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും സമാധാനം പാലിക്കണമെന്ന് UN-ഉം അമേരിക്കയും UAE-യും. പ്രതീക്ഷിച്ച നടപടിയെന്ന് ട്രംപ്. രാജ്യമെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ. സായുധ സേനയെക്കുറിച്ച് അഭിമാനിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. ഏകദിന ഫോർമാറ്റിൽ തുടരും. അതിർത്തി കടന്ന ആക്രമണം നടത്തിയവർക്ക് അതിർത്തി കടക്കാതെ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ ദൗത്യത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തോയ്ബ തുടങ്ങി പ്രധാന ഭീകര സംഘടനകളുടെ താവളങ്ങൾ തകർത്തു. നിന്നെ ഞങ്ങൾ കൊല്ലില്ല, നീ ഇത് മോദിയോട് പോയി പറയണം. പെഹൽഗാമിന്റെ മണ്ണിൽ പ്രിയതമൻ വെടിയേറ്റ് വീണത് കണ്ട് പകച്ചു നിന്ന ഭാര്യയോട് ഭീകരൻ പറഞ്ഞ വാക്കുകൾ. അതെ, ഈ വാക്കുകൾ മോദി കേൾക്കുക തന്നെ ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നീക്കം ഇന്ന് പുലർച്ചെ 1:05-നാണ് ആരംഭിച്ചത്. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ത്രിതല സേനകൾ 1971 ശേഷം നടത്തുന്ന ആദ്യ ദൗത്യമാണിത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായുള്ള മുസാഫറാബാദ്, കോട്ലി, ബഹാവൽപൂർ, റവാലക്കോട്ട്, ഭിംബർ, ചക്സ്വാരി തുടങ്ങി 9 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനിക ആക്രമണം. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പസ്, ലഷ്കർ ആസ്ഥാനമായ മുരിഡ് കെയിലെ മർക്കസ് തോയ്ബ, ഹിസ്ബുൾ ക്യാമ്പായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു. തുടർന്ന് 3 സേനകൾക്കും കൈമാറി. ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും. 9 കേന്ദ്രങ്ങളിലായി 9 മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത്. 25 മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിൽ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അടക്കമുള്ള ഭീകരർക്ക് പരിശീലനം നൽകിയ കേന്ദ്രമായ മർക്കസ് തോയ്ബയും ചാമ്പലാക്കി. ലഷ്കർ-എ തോയ്ബയുടെ തലവനായ മസൂദ് അസറിന്റെ വീട് തകർക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടാളികളെയും സൈനിക നീക്കത്തിലൂടെ വധിക്കുകയും ചെയ്തു. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ വരെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ അതിർത്തി കടക്കാതെ തകർത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പെഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി, അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 25 സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചു നീക്കിയതിനുള്ള ഇന്ത്യയുടെ ഉത്തരം. ഇന്നലെ അർദ്ധരാത്രി മുതൽ മുഴങ്ങുന്ന വാക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ. കൃത്യം, വ്യക്തം,
കനത്ത പ്രഹരം. അങ്ങനെ വിശേഷിപ്പിക്കാം ഇന്ത്യയുടെ തിരിച്ചടിയെ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യക്തമാക്കിയത്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ആക്രമണത്തിനു വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തത് ഇത് കണക്കാക്കിയാണ്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടില്ല. അതീവ സൂക്ഷ്മതയോടെ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനമുണ്ടായാൽ അതിനും കനത്ത തിരിച്ചടി നൽകുമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സേന നടത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി. That the Indian armed forces are fully prepared to respond to Pakistani misadventures, if any, that will escalate the situation. പാർലമെന്റിലും മുംബൈയിലും ഉൾപ്പെടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ എല്ലാ ഭീകരാക്രമണങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു വിശദീകരണം. ഇനിയും ഭീകരവാദത്തോട് സന്ധി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വിജയകരമായി 9 ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു. കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ പ്രധാന ക്യാമ്പുകളാണ് ഇന്ത്യൻ സേനകൾ ലക്ഷ്യമിട്ടത്. പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ഇന്ത്യയുടെ തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, അമൃത TV. തീവ്രവാദികൾക്കുള്ള ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറായത് യാദൃശ്ചികമല്ല. പ്രധാനമന്ത്രിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. നമ്മുടെ സഹോദരിമാരുടെ കണ്ണീരിനും രാജ്യത്തിന്റെ നൊമ്പരത്തിനും സൈന്യത്തിന്റെ വിജയകരമായ മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ. പെഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ദൗത്യത്തിന് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സുപ്രധാന സൈനിക ദൗത്യത്തിന് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട്. പെഹൽഗാമിലെ കൊലയാളികൾ വിധവകളാക്കിയത് 25 സ്ത്രീകളെയാണ്. അവരിലൊരാൾ വിവാഹിതയായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. മധുവിധു ആഘോഷിക്കാനാണ് നാവികസേനാ ഉദ്യോഗസ്ഥനായ വിനയ് നർവാളും ഭാര്യ ഹിമാൻഷുവും പഹൽഗാമിലെത്തിയത്. ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ കൈകളിൽ ചൂട ധരിച്ച് വിതുമ്പുന്ന നവവധുവായ ഹിമാൻഷുവിന്റെ ചിത്രം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയവരുടെ 9 കേന്ദ്രങ്ങൾ അവിടെ പോയി ആക്രമിച്ചത് ഏറ്റവും ധീരതയുള്ള കാര്യമാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടിയെന്നും പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലും നല്ല പേര് ഈ തിരിച്ചടിക്ക് വേറെ നൽകാനില്ല. അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മായിച്ച ഭീകരാക്രമണത്തിന് ഈ പേരിട്ടതിനും അവർ നന്ദി പറഞ്ഞു. എൻ്റെ അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. ഭീകരരാൽ ദാരുണമായി കൊല്ലപ്പെട്ട സാധാരണ പൗരന്മാരുടെ ജീവന് പകരം ചോദിക്കുക എന്നതിനപ്പുറം വൈകാരികമായ തലമാണ് സൈനിക ദൗത്യത്തിന് ഈ പേരിലൂടെ ലഭിച്ചത്. ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട ഓപ്പറേഷൻ സിന്ദൂറിന്റെ എഴുത്തിലും ഇത് വ്യക്തമാണ്. ഇംഗ്ലീഷിലാണ് സിന്ദൂർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഒരു O ആൽഫബറ്റിൽ സിന്ദൂരച്ചെപ്പ് സൂചകാർത്ഥമായി നൽകിയിട്ടുണ്ട്. ഇതിന് താഴേക്ക് സിന്ദൂരം മറിഞ്ഞ് പടർന്നു കിടക്കുന്നതും കാണാം. ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷു നർവാൾ, ഭർത്താവിന് വെടിയേറ്റപ്പോൾ നിസ്സഹായതയോടെ സഹായം അഭ്യർത്ഥിക്കുന്ന മഞ്ജുനാഥ് റാവുവിന്റെ ഭാര്യ പല്ലവി, ശൈലേഷ് കലാത്തിയയുടെ ഭാര്യ ശീതൾ മുതൽ ബിധാൻ അധികാരിയുടെ ഭാര്യ സോഹിനി, ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐശന്യ, സന്തോഷ് ജഗ്ദലയുടെ ഭാര്യ പ്രഗതി ജഗ്ദലെ വരെ ആക്രമണത്തിൽ പാതി ജീവൻ നഷ്ടപ്പെട്ട ഓരോ സ്ത്രീകളുടെയും കണ്ണുനീർ രാജ്യത്തെ കരയിപ്പിച്ചിരുന്നു. ഇതിനെല്ലാമുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളണമെന്ന ആഹ്വാനവുമായി UAE. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യയുടെ സൈനിക നടപടിക്ക് പിന്നാലെയാണ് ദക്ഷിണേഷ്യയിലും രാജ്യാന്തര തലത്തിലും സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷം ഒഴിവാക്കണമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ അഭ്യർത്ഥിച്ചത്. സംവാദങ്ങളും പരസ്പരമുള്ള ആശയവിനിമയവും വഴി സംഘർഷം കുറയ്ക്കുന്നതാണ് ദീർഘകാല സമാധാനത്തിന് വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആഗോളതലത്തിലും പ്രാദേശികവുമായ തർക്കങ്ങൾ പരിഹരിച്ച് സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് UAE നൽകി വരുന്ന പിന്തുണ തുടരുമെന്നും ഷെയ്ഖ് അബ്ദുള്ള അറിയിച്ചു.
ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം മാറ്റിവെച്ചു. ക്രൊയേഷ്യ, നെതർലൻഡ്സ്, നോർവേ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനമാണ് മാറ്റിയത്. ഈ മാസം 13 മുതൽ 17 വരെയായിരുന്നു സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമ്പോൾ പ്രതികരണവുമായി ലോക രാജ്യ നേതാക്കൾ. നിരപരാധികൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും സേനകൾ ചരിത്രം രചിച്ചെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാത്രിയിലുടനീളം ഓപ്പറേഷൻ നിരീക്ഷിച്ച് മോദി. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിലാണ്. രാത്രിയിലുടനീളം മോദി ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശമാണ് വിനിയോഗിച്ചതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. സമചിത്തതയോടെയും മാനവികത ഉയർത്തിപ്പിടിച്ചുമാണ് സേന പെരുമാറിയതെന്നും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്യം നടപ്പിലാക്കിയെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. साथियों, भारत की सेना ने सटीकता, सतर्कता और संवेदनशीलता के साथ कार्रवाई की है. हमने जो लक्ष्य तय किए थे उन्हें ठीक समय तय योजना के अनुसार सटीकता से उन्होंने ध्वस्त किया है और किसी भी नागरिक ठिकाने, सिविलियन पॉपुलेशन को जरा भी प्रभावित न होने देने की संवेदनशीलता भी हमारी सेना ने दिखाई है. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിൽ അഭിമാനമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് സേനയ്ക്കും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയായിട്ടില്ല, ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറിയപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയും സിന്ദൂരം വിതറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു ലോകനീതിയല്ലേ അല്ലേ? രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ അതിന് താക്കീത് നൽകുന്നു എന്നത് വഴി ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പും കൂടി സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇന്ത്യ തിരിച്ചടിച്ചതിൽ ഏറെ അഭിമാനമെന്നും 100% ഇതിനോട് യോജിക്കുന്നുവെന്ന് ശശി തരൂർ എംപിയും പറഞ്ഞു. എന്നാൽ യുദ്ധം വേണ്ട എന്നാണ് തന്റെ അഭിപ്രായമെന്നും അവർ തിരിച്ചടിച്ചാൽ നമുക്ക് ആക്രമിക്കേണ്ടി വരുമെന്നും ഇന്ത്യയുടെ സമീപനം സ്വാഗതാർഹമെന്നും ശശി തരൂർ പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും പ്രതികരണങ്ങളുണ്ടായാൽ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടുമെന്ന് NK പ്രേമചന്ദ്രൻ എംപിയും പറഞ്ഞു. സൈനിക ദൗത്യത്തിന് പ്രതീകാത്മകമായ ഉചിതമായ പേര് നൽകാനായെന്നും പ്രേമചന്ദ്രൻ എംപി പ്രതികരിച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്ഷൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വളരെ പ്രതീകാത്മകമായ നിലയിൽ തന്നെയാണ് ഈ ഓപ്പറേഷന് ഗവൺമെന്റ് നാമകരണം ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ സൈന്യം നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ നടപടികൾക്കൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായവരെ കൈമാറാനും ഭീകരവാദ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം തുടരണമെന്ന് CPM PBയും വ്യക്തമാക്കി. ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ഇന്ത്യയെ പിന്തുണച്ച് ഇസ്രായേലും ആശങ്കയെന്ന് UN-ഉം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ പൊതുജനത്തെ സജ്ജമാക്കാൻ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്തി. ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൻ മുഴക്കിയാണ് വൈകിട്ട് 4 മുതൽ 4:30 വരെ മോക്ക് ഡ്രിൽ നടന്നത്. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 4 കുട്ടികളടക്കം 15 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 50-ലേറെ പേർക്ക് പരിക്കേറ്റു. പൂഞ്ച് ജില്ലയിലാണ് കനത്ത ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ടവരെല്ലാം പൂഞ്ച് സ്വദേശികളാണ്. പരിക്കേറ്റവരിലേറെയും പൂഞ്ച് ജില്ലക്കാരാണ്. ഇവരിൽ നിരവധി പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. മറ്റു വാർത്തകൾ നോക്കാം. 2024 ഡിസംബർ അവസാനത്തോടെ രാജ്യത്തെ സ്വദേശി പൗരന്മാരുടെ എണ്ണം 15,67,983 ഉയർന്നതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതേ കാലയളവിൽ രാജ്യത്തെ മൊത്തം ജനസംഖ്യ 49,87,826 ആണെന്നും സ്ഥിതിവിവരക്കണക്കിൽ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ ആകെ പ്രവാസികളുടെ എണ്ണം 34,19,843 ആണ്. രാജ്യത്തെ പ്രവാസികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. തൊട്ടുതാഴെ ഈജിപ്ത്, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, സിറിയ, ശ്രീലങ്ക, സൗദി, നേപ്പാൾ, പാകിസ്ഥാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വദേശി ജീവനക്കാർ 78%, പ്രവാസി ജീവനക്കാർ 22%ആണെന്നും സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. അബുദാബിയിലെ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും നല്ല പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുരക്ഷ മുൻനിർത്തിയുമാണ് മൊബൈൽ ഫോണുകൾ കർശനമായി വിലക്കാൻ തീരുമാനിച്ചത്. സ്മാർട്ട് വാച്ച്, ഗെയിമിംഗ് ഉപകരണങ്ങൾ എന്നിവയ്ക്കും വിലക്ക് ബാധകമാണ്.
നിർദ്ദേശം ലംഘിച്ച് മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് എന്നിവ കയ്യിൽ കരുതിയാൽ അക്കാദമിക് കാലം അവസാനിക്കുന്നതുവരെ അവ കണ്ടുകെട്ടും. ഇത് സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ രക്ഷിതാക്കളും കുട്ടികളും ഒപ്പിടുകയും വേണം. നിർദ്ദേശം ലംഘിക്കുന്ന വിദ്യാർത്ഥികളെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിന്നും പഠനയാത്രകളിൽ നിന്നും ഒഴിവാക്കി നിർത്തുമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളിൽ നിന്ന് കമ്മ്യൂണിറ്റി പോലീസിൽ ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കുന്നതിനും ആരോപണ വിധേയരായ അധ്യാപകരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും വിളിച്ചു വരുത്തുന്നതിനും പുതിയ സംവിധാനം വികസിപ്പിക്കാൻ വിദ്യാഭ്യാസ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തീരുമാനിച്ചു. അധ്യാപകരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും പരാതികളുടെ രഹസ്യാത്മകത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് സഹൽ ആപ്പ് വഴിയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കുമെതിരെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. നടപടികൾ ത്വരിതപ്പെടുത്തുവാനും റിപ്പോർട്ടുകളുടെ രഹസ്യാത്മകത ഉറപ്പുവരുത്തുന്നതിനും ഇരു കക്ഷികൾക്കിടയിൽ സൗഹാർദ്ദപരമായ പരിഹാരം സാധ്യമാക്കുന്നതിനും ഈ പുതിയ സംവിധാനം സഹായകമാകും. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പരാതികൾ മന്ത്രാലയത്തിന്റെ സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് സമർപ്പിക്കേണ്ടത്. ദേശീയ വൃക്ഷമായ ഗാഫ് ഉൾപ്പെടെ 3 ഇനം വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ച് അബുദാബി നഗരസഭ. ഗാഫ്, സമർ, സിദിർ ഉൾപ്പെടെ 3 ഇനം നാടൻ മരങ്ങളാണ് സംരക്ഷണ പട്ടികയിലുള്ളത്. ഇവ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ 10,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അബുദാബി നഗരസഭ ഗതാഗത വകുപ്പ് അറിയിച്ചു. മരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾക്ക് പ്രത്യേക നമ്പർ ഇട്ടു തുടങ്ങി. നഗരവൽക്കരണം നടക്കുമ്പോൾ നാടൻ മരങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഹാപ്പിനെസ് ട്രാവൽ എന്ന പേരിൽ ട്രാവൽ ആൻഡ് ടൂറിസം പ്രദർശനം സംഘടിപ്പിച്ചു. ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിപുലമായ വിനോദ ടൂറിസം, യാത്രാ സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പ്രദർശനം. 5ാം തവണയാണ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പ്രദർശനം കാണാനെത്തി. ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ വിമാന കമ്പനികൾ, ഹോട്ടലുകൾ, ട്രാവൽ ഏജൻസികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുടെ മികച്ച ഓഫറുകൾ ലഭ്യമാക്കി. കുവൈറ്റിലെ സാംസ്കാരിക സംഘടനയായ ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ കുവൈറ്റിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭാരത് മഹോത്സവം വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. അഹമ്മദി DPS തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യക്കാരുടെ പൈതൃക ഉത്സവമായി മാറി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ താരം സാധിക വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷെറിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിൽ പിടഞ്ഞു മരിച്ച സഹോദരങ്ങളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. പ്രശസ്ത പിന്നണി ഗായകരായ ആൻ ആമിയും പ്രശോഭ് രാമചന്ദ്രനും നയിച്ച സംഗീത നിശ സദസ്സിനെ ഉത്സവരാവാക്കി. ലൈവ് സംഗീത മത്സരമായ ഇന്ത്യൻ സ്റ്റാർ വോയ്സിൽ കാർമൽ സ്കൂളിലെ ഹെലൻ സൂസൻ സ്റ്റാർ വോയ്സ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചെയർമാൻ പ്രേമനില്ലത്ത്, ലിയോ കിഴക്കേവീടൻ, നിർമ്മലാദേവി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിൽ തന്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ച് മലയാളി വിദ്യാർത്ഥിനി താഹിനി ഹാഷിർ. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എക്സ്പോ സെന്ററിൽ സംഘടിപ്പിച്ച വായനോത്സവത്തിന്റെ അവസാന ദിവസം ക്രിയേറ്റീവ് കിഡ്സ് കഫേയിലാണ് തഹാനി കുട്ടികളുമായി സംവദിച്ചത്. നവീന കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം ഏറെ വലുതാണെങ്കിലും കലാസാഹിത്യ മേഖലകളിൽ AI-യുടെ സ്വാധീനം സ്വാഭാവികമായ സർഗാത്മകതയെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്ന് തഹാനി ഹാഷിർ പറഞ്ഞു. കൊല്ലം സ്വദേശിനിയായ തഹാനി ഹാഷിർ ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുപ്രായത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ തഹാനി ഇതിനോടകം 3 ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇമറാത്തി വിദ്യാർത്ഥിനി ഫാത്തിമാൻ സറോനി, ഈജിപ്ഷ്യൻ വിദ്യാർത്ഥിനി സാൻഡി ഹാനി എന്നിവരും പരിപാടിയിൽ പങ്കാളികളായി. നദാ താഹ മോഡറേറ്ററായി. ജിദ്ദ സഫേർ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ സീസൺ 1 ഗ്രാൻഡ് ഫിനാലെ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെലക്ഷൻ റൗണ്ട് മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജിദ്ദ ഷറഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് 9 വെള്ളിയാഴ്ച 7 മണിക്ക് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ നടക്കുമെന്ന് ജിദ്ദ സഫേർ മലയാളി കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരം സീനിയർ, ജൂനിയർ എന്നിങ്ങനെ 2 കാറ്റഗറിയിലായിട്ടാണ് നടക്കുക. സീനിയർ വിഭാഗത്തിൽ നിന്ന് 8 പേരെയും ജൂനിയർ വിഭാഗത്തിൽ നിന്ന് 4 പേരുമാണ് മത്സരിക്കുക. അതിൽ നിന്ന് 4 പേർ സീനിയർ വിഭാഗത്തിലും 3 പേർ ജൂനിയർ വിഭാഗത്തിലും ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. 8 ആളുകൾ സീനിയർ വിഭാഗത്തിലും 4
മത്സരാർത്ഥികൾ ജൂനിയർ വിഭാഗത്തിലും ആണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജിദ്ദ സഫേർ മലയാളി കൂട്ടായ്മ സഫേർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിരവധി പുതിയ മികച്ച ഗായകർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ പരിപാടിയിലാണ് മികച്ച മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത്. വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ജിദ്ദയിലെ പ്രമുഖ ഗായകരുടെ മാപ്പിളപ്പാട്ടുകൾ, മുട്ടിപ്പാട്ട്, സൂഫി ഡാൻസ്, കോൽക്കളി, ഒപ്പന തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് ചുക്കൻ, ബാദുഷ, അബ്ദുറസാഖ് മാസ്റ്റർ, അമീർ പരപ്പനങ്ങാടി, ഉമ്മർ മങ്കട തുടങ്ങിയവർ പങ്കെടുത്തു. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. ജിദ്ദ ഷറഫിയ. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്ര വിഹിതങ്ങൾ വെട്ടിക്കുറച്ചപ്പോഴും ആഭ്യന്തര വരുമാനം വർദ്ധിച്ചത് കേരളത്തിന് കരുത്തായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നടന്ന എന്റെ കേരളം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 500-ലധികം ആളുകളാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ് മുഖാമുഖം. എറണാകുളത്ത് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ.ബി. ഗണേഷ് കുമാർ, ജി.ആർ. അനിൽ, പി പ്രസാദ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ ദുരന്തഘട്ടങ്ങളിൽ ആവശ്യമായ കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സാമ്പത്തിക രംഗത്ത് ശ്വാസമുട്ട് അനുഭവിക്കേണ്ട നിലയുണ്ടാക്കി. എന്നാൽ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ച് കേരളം പ്രതിസന്ധിയെ മറികടന്നു. കേരളം തകരുന്നു എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ വളർച്ചയും ഉയർച്ചയുമാണ് ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തനത് വരുമാനത്തിൽ വലിയ വർധനവ് ഈ കാലയളവിലുണ്ടായി. ഇതെല്ലാം കൊണ്ടാണ് തകരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാനം എന്തോ വല്ലാതെ തകരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുമാറുള്ളതാണ്. യഥാർത്ഥത്തിൽ തകർച്ചയല്ല, വളർച്ചയും ഉയർച്ചയുമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് നിർബന്ധമായും സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എറണാകുളത്തെ മുഖാമുഖം പരിപാടിയിൽ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. 3520 കോടി രൂപയുടെ കൊച്ചി കനാൽ നവീകരണ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വഴിയാണ് ഫണ്ട് നൽകുന്നതെന്ന് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. വളരെ പ്രസക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഉയർന്നു വന്നു. ഇന്ന് തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച കൊച്ചിയുടെ കായൽ റിജുനുവേഷൻ്റെ പദ്ധതി 3520 കോടിയുടെയാണ്. കൊച്ചിക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു അലോക്കേഷനാണ് ഇവിടുത്തെ കനാലുകൾ റീജുനുവേറ്റ് ചെയ്യുന്നതിനും മലിനജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാന്റുകൾക്കും വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാകുന്നത് കിഫ്ബി വഴിയുള്ള പദ്ധതിയാണ്. വളരെ നല്ല ആശയങ്ങൾ മുഖാമുഖം പരിപാടിയിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഈ ഒരു പരിപാടി എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ നവകേരള സൃഷ്ടിക്ക് ഏറ്റവും വലിയൊരു ഊർജം പകരുന്ന ഒരു നല്ല പദ്ധതിയാണ്. വളരെ വിജയകരമായി തന്നെ നടക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കേന്ദ്ര സഹായവും ഇടപെടലും ഉണ്ടെങ്കിലേ തീരദേശ വികസനം സാധ്യമാകൂ എന്ന് വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കുറച്ചു നാളുകളായി കേന്ദ്ര സഹായം ശരിയായി ലഭ്യമല്ല. തീരദേശ റോഡിന്റെ ഭാഗമായി കടലിനടിയിലൂടെയുള്ള തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായം ഉണ്ടെങ്കിൽ ദീർഘകാല പദ്ധതിയായി അത് നിലവിൽ വരുമെന്നും എം.എൽ.എ. വ്യക്തമാക്കി. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയുടെ ഒരു പരിച്ഛേദം എന്ന നിലയിലുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തീരദേശത്തെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നല്ല സഹായവും ഇടപെടലും ഉണ്ടാകേണ്ട ഒരു മേഖലയാണ്. കുറച്ച് നാളുകളായിട്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമല്ല. 17-ാം തീയതിയാണ് എറണാകുളം ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേള ആരംഭിക്കുക. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഒരു പൂരക്കാലം കൂടി അവസാനിച്ചു. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. 2026 ഏപ്രിൽ 26-നാണ് അടുത്ത വർഷത്തെ പൂരം. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥനെ സാക്ഷിയാക്കി നേർക്കുനേർ നിന്ന ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ഔദ്യോഗിക സമാപനമായി.
വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്നു. തുടർന്ന് അടുത്ത മേടമാസത്തിലെ പൂരത്തിനു കാണാം എന്ന വാക്കു നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു. ആനകൾ തുമ്പിക്കൈ ഉയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു. പൂരപ്രേമികൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നിക്കുന്ന നിമിഷം. ജനലക്ഷങ്ങളാണ് ശ്രീമൂലസ്ഥാനത്ത് തടിച്ചുകൂടിയത്. ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന കാഴ്ചയുടെയും കേൾവിയുടെയും വിരുന്നിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരും പിരിഞ്ഞു. തുടർന്ന് നടന്ന പകൽ വെടിക്കെട്ടും കണ്ട ശേഷം പൂരപ്രേമികൾ വീടുകളിലേക്ക് മടങ്ങി. അടുത്ത വർഷത്തെ തൃശൂർ പൂരം 2026 ഏപ്രിൽ 26-നാണ്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് തീയതി തീരുമാനിച്ചത്. രാത്രി ഉത്രം വിളക്ക് കൊളുത്തി ഭക്തർ കൊടിയിറക്കുന്നതോടെ പൂരത്തിന് ഔദ്യോഗിക പരിസമാപ്തിയാകും. അമൃത ന്യൂസ്, തൃശൂർ. ജനിതക രോഗനിർണയത്തിനുള്ള നൂതന പരിശോധനാ രീതികളിൽ അമൃത ആശുപത്രിയിലെ സൈറ്റോജെനറ്റിക്സ് വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല സമാപിച്ചു. അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്ത ശില്പശാലയിൽ കാരിയോടൈപ്പിംഗ്, ഫ്ലൂറോസെൻസ് ഇൻ സിറ്റു ഹൈബ്രിഡൈസേഷൻ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. ക്രോമസോം തകരാറുകൾ കണ്ടെത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ചർച്ചകളും പരിശോധനാ രീതികളുടെ അവലോകനവും സംഘടിപ്പിച്ചു. ജനറ്റിക് ലാബിന്റെ പ്രവർത്തന സൂചകങ്ങൾ, സൈറ്റോജെനറ്റിക്സ്, മൈക്രോ അറേ എന്നീ വിഷയങ്ങളിൽ സെന്റർ ഫോർ ക്ലിനിക്കൽ ജീനോമിക്സ് ആൻഡ് സൈറ്റോജെനിക്സ് മേധാവി ഡോക്ടർ വിദ്യ ഝാ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജനിതക തകരാറുകൾ കണ്ടെത്തുന്നതിൽ സൈറ്റോജെനറ്റിക്സ് പരിശോധനകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പീഡിയാട്രിക് ജനറ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഷീല നമ്പൂതിരി സംസാരിച്ചു. സി ക്യാമ്പ് ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചാലഞ്ചിൽ അമൃത വിശ്വവിദ്യാപീഠത്തിനെ വിജയികളായി തെരഞ്ഞെടുത്തു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയാണ് പുരസ്കാരത്തിന് അർഹരായത്. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ പ്ലാറ്റ്ഫോംസ് ഗ്ലോബൽ AMR ഇന്നൊവേഷൻ ഫണ്ടുമായി സഹകരിച്ചാണ് ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചാലഞ്ച് സംഘടിപ്പിച്ചത്. AMR നിരീക്ഷണത്തിനായി അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസുമായി ചേർന്ന് അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിലെ ഡോക്ടർ ബിപിൻ നായരും സംഘവും വികസിപ്പിച്ചെടുത്ത പോയിന്റ് ഓഫ് ടെസ്റ്റിംഗ് എന്ന ഉപകരണത്തിനാണ് പുരസ്കാരം. പരിസ്ഥിതിയിലെ രോഗകാരികളെ കുറഞ്ഞ ചെലവിൽ വേഗത്തിലും കൃത്യമായും തിരിച്ചറിയാനാണ് പോയിന്റ് ഓഫ് ടെസ്റ്റിംഗ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. സി ക്യാമ്പ് വർഷം തോറും നടത്തിവരുന്ന AMR ചലഞ്ചിൽ AMRനെ ചെറുക്കുന്നതിനായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങളെയാണ് വിജയികളായി തെരഞ്ഞെടുക്കുന്നത്. മത്സരിച്ച 200-ലധികം സ്ഥാപനങ്ങളെ പിന്നിലാക്കിയാണ് അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഈ വർഷത്തെ AMR ചലഞ്ചിൽ വിജയികളായത്. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയെ AMR ഗവേഷണത്തിനുള്ള മികവിന്റെ കേന്ദ്രമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അംഗീകരിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത്. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് രോഹിത് ശർമ്മയുടെ തീരുമാനം. നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്നും രോഹിത്തിന് പകരം പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുമെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ അവസാനം കളിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ടീമിനെ നയിച്ചത് രോഹിത് ആയിരുന്നു. എന്നാൽ സിഡ്നിയിൽ നടന്ന അവസാന ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം സ്വയം മാറി നിന്നിരുന്നു. ഏകദിന ഫോർമാറ്റിൽ കളിക്കുന്നത് തുടരുമെന്ന് അദ്ദേഹം വിരമിക്കൽ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.